ക്ഷമ വേണം. നമ്മള് പല ആളുകളും ആർസിബില് കടന്നു വരും. നമ്മള് പല ആളുകളെ നമ്മള് രീതി ചെയ്യുന്നത് 4 തരം ആളുകളുണ്ടെന്ന് നമ്മൾ പറയും. 4 തരം ആളുകൾ. ഒന്ന്, ആർസി പറയുന്ന സമയത്ത് നമ്മള് ഒന്ന് സരസന്മാർ. ഈ സരസന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചെന്ന് പറയുമ്പോഴേക്കും അവർക്ക് കാര്യം മനസ്സിലാവും. കാരണം എന്താണ്? അവര് ഓപ്പൺ മൈൻഡാണ്. അവർ വേറെ ചോദ്യങ്ങൾക്കൊന്നുമില്ല, കാര്യങ്ങൾ കേട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ ഉൽപ്പന്നം എടുത്ത് ജോയിൻ ചെയ്യും. അതാണ് സരസന്മാര്. കാരണം അവർക്ക് മനസ്സിലായി ഇത് നല്ലതിനാണ്, ഇത് എനിക്ക് ഗുണമുള്ളതാണ്. അവർ ചെന്ന് പറയുമ്പോൾ തന്നെ അവര് കാര്യങ്ങൾ കേൾക്കും. അവരാണ് സരസന്മാര്. ഇപ്പൊ ഇങ്ങനെയുള്ള സരസന്മാര് നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾ നിങ്ങൾക്ക് ഇപ്പോ ചിന്തയിൽ വരുന്നുണ്ടാവും ഇല്ലേ? സരസന്മാര് ഉണ്ടാ? എത്ര പേരുണ്ട് അങ്ങനെ സരസന്മാര് ചിന്തയിൽ വന്ന ആളുകളോട് പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആളുകൾ അല്ല, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ ഞാനിത് എന്തിനാ അങ്ങനെയുള്ള ആളുകളുണ്ടോ, ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്ന് അറിയണല്ല. അങ്ങനെയുള്ള ആളുകൾ കണ്ടുമുട്ടിയ ആളുകളുണ്ട്. ഇനി രണ്ടാമത്തെ ആണ് വിരസന്മാര്. എന്ത് തന്നെ പറഞ്ഞാലും അവര് അംഗീകരിക്കില്ല. തവണയാ ഇത്ര വ്യക്ത ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അല്ല? ഇങ്ങനെയൊക്കെ കുറെ കമ്പനിയൊക്കെ വന്നു പോയിട്ടുണ്ട്. ഇത് ചങ്ങലല്ല. എന്തോരം തവണ ഉണ്ടായിട്ട് വേണം അല്ല ഇത്ര പേർത്തണ്ട. അവര് വിചാരിച്ചിരിക്കുന്നത് ഈ തലേദിവസം കല്യാണ വീട്ടിലൊക്കെ ഈ അളിയനും കൂടിയിട്ട് ഈ വർത്താനം പറഞ്ഞ് ഈ തോർത്ത് മുണ്ടില് ഈ നാളേര ഇട്ടിട്ട് ഈ നാളേരം പിഴിയുന്ന പരിപാടി ഉണ്ട്. ഇപ്പൊ അതില്ല, ഇപ്പൊ മെഷീനാ. മുന്നൊക്കെ അങ്ങനെയാ. ഈ കസേരകാലിൽ ഇങ്ങനെ വട്ടം വെച്ചിട്ട് അപ്പുറത്ത് പുറത്ത് വർത്താനം പറഞ്ഞിട്ട് ഈ കസേരകാലിനോട് ചുറ്റി ഒരു തോർത്ത് മുണ്ട് ചുറ്റും. അതിൽ കുറച്ച് ഒരു പിടി തേങ്ങ ഇടും. അത് കഴിഞ്ഞിട്ട് അളിയനിട്ട് തിരിച്ച് ഇതുമാതിരിയാണ് പഞ്ചാബില് ഈ ഒരു തവണ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഇത്ര പേർക്ക് തമിഴാണെന്ന്. ലോകം മാറിയതും ശാസ്ത്രം മാറിയതും അറിഞ്ഞിട്ടില്ല. എന്താണ്? ഒരു കിണറ്റില് കുറച്ച് തവളക്കൂട്ടങ്ങൾ, അതിലൊരു നേതാവുണ്ട് അല്ലെ? ആ കിണർ വിട്ട് അവര് ലോകം കണ്ടിട്ടില്ല. ആ ഒരു കിണറ്റിൽ ഒരു മലവെള്ളപ്പാച്ചിലുണ്ട്. ഇവിടെ സമുദ്രത്തിൽ നിന്നൊരു തവള ആ വെള്ളത്തിൽ കുത്തിപ്പാച്ചില് ഈ ഒരു കിണറ്റിലുള്ളൂ. പിറ്റേ ദിവസം വെള്ളം വെറ്റും ചെയ്തു. അപ്പൊ എന്തുണ്ട്? ഈ തവള സമുദ്രത്തിൽ നിന്ന് വന്ന തവള എവിടെയായി? ഈ കിണറ്റിന്റെ ഉള്ളിലായി. അപ്പൊ ഇവൻ പുതിയൊരാളാണല്ലോ. ഈ കൂട്ടത്തിലേക്ക് പുതിയൊരാൾ വന്നപ്പോ നീ എവിടെന്നാ വരുന്നത് നമ്മൾ ചോദിക്കില്ലേ? ഇപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് ഒരാള് വെറുതെ നടന്നു രാജസ്ഥാൻ ചോദിക്കില്ലേ എവിടെന്നാ വരുന്നത്, ആരാണ്, ഏത് ടീമിലാ ചോദിക്കില്ലേ? അങ്ങനെ ഈ തവളോട് ചോദിച്ചു. അതിന്റെ ഗാമൻ ചോദിച്ചു എന്താണ് നീ എവിടെന്നാ വരുന്നത്? അപ്പൊ അവൻ പറഞ്ഞു ഞാൻ ഈ മലവെള്ളം കുത്തിപ്പാച്ചിൽ ഞാൻ സമുദ്രത്തിൽ നിന്നാണ് വരുന്നത്. മലവെള്ളം കുത്തിപ്പാച്ചിൽ ഇവിടെ വന്ന് പെട്ടതാണ്, വെള്ളം പെട്ടെന്ന് വെറ്റും ചെയ്തു, എനിക്ക് പോവാൻ നിവൃത്തിയില്ല, ഞാൻ നിങ്ങളുടെ ഒരാളായിട്ട് ഇവിടെ ചെയ്തു. അപ്പൊ ഈ ഒരു ഇതിലത്തെ ഗാമൻ ചോദിച്ചു ഈ സമുദ്രം എന്ന് പറയുന്നത് എത്രയുണ്ടാവും ചോദിച്ചു. അപ്പൊ മറ്റോ പറഞ്ഞു സമുദ്രം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടാണ്, എത്രയ്ക്കുണ്ടെന്ന് എനിക്ക് പറയാൻ തന്നെ പറ്റില്ല, വിശാലമാണെന്ന് പറഞ്ഞു. അപ്പോ ഈ അതിലത്തെ നേതാവ് തവള ഉണ്ടല്ലോ, ഈ അറ്റത്തെ കല്ലുമെന്ന് ഇപ്പുറത്തെ വേറൊരു കല്ല് നീണ്ടിട്ടുണ്ട്. ആ അറ്റത്തെ കല്ലുമെന്ന് ഈ അറ്റത്തെ കല്ലുമെന്ന് ചാടിയിട്ട് ചോദിക്കാണ് ഇത്രയ്ക്ക് ഉണ്ടാവുന്നു സമുദ്രം. ഇങ്ങനത്തെ കുറെ ആളുകളെ നമ്മള് കണ്ടെത്തും. കാരണം ഈ എട്ടാവട്ടത്ത് കണ്ണ് കടിക്കുന്ന ആളാണ് ചോദിക്കും ഇത്ര ബെട്ട് തവളകളാണ്. സത്യത്തില് ആസ്യം വരുന്നതിന് മുന്നേ നമ്മളും ചോദിക്കില്ലേ സത്യത്തില്? അപ്പൊ അവര് തെറ്റാണോ? അല്ല. പക്ഷെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മളുണ്ടാവും. അപ്പൊ വിരസന്മാര് അല്ലെ, അവരെന്ത് ചെയ്താലും അവര് വിരസന്മാരായിട്ട് നമ്മളെങ്ങനെ എതിർക്കും. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായാൽ ചിലപ്പോൾ അവര് എന്തായിട്ട് മാറും? അവര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യും അല്ലെ? തുടക്കത്തിൽ എതിർക്കും, പിന്നെ അവർക്ക് കാര്യം മനസ്സിലായി കഴിയുമ്പോൾ അത് നമ്മുടെ മികവ് പോലെ ഇരിക്കും. അപ്പൊ ഫോളോ അപ്പിന് ഇതുപോലെ ഇരിക്കും. അല്ലാതെ ചില ആളുകൾ നമ്മൾ ആർസിബിനെ വളരെ ഗൗരവമായിട്ടാണ് ചെന്ന് ആർസിബ് പറയുന്ന സമയത്ത് അതിന് ഇത്ര പേർക്ക് തവണ എവിടെന്നാന്ന് പറയുമ്പോൾ നമ്മളെ പെരുവേലെന്ന് ചില ആൾക്ക് ഒരു തരിപ്പ് വരും ഇല്ലേ? നമ്മുടെ പ്രസ്ഥാനത്തിനെ പറ്റി പറയുമ്പോ തവണ തലയിൽ തേച്ച് മേലിൽ തേച്ച് കുളിച്ച് 34 രോഗങ്ങൾക്ക് പ്രതിരോധമായിട്ട് പഠിച്ചിരിക്കുന്ന ആളുടെ മുന്നിൽ ഇത്ര പേർക്ക് തവണ എവിടെന്നാ പറയാന്ന് ചോദിക്കുമ്പോ നമുക്ക് ഒരു ദേഷ്യം വരില്ലേ? ദേഷ്യം വന്ന് ഇവരെ എടുത്ത് എതിർക്കരുത്. എന്താ കാരണം? അവർക്ക് കാര്യങ്ങൾ പതുക്കെ നമ്മൾ ക്ഷമയോട് കൂടി, അതാണ് പറഞ്ഞത് പേഷ്യൻ അല്ലെ? നമ്മള് ഇത് ചങ്ങലയല്ലേ?
അപ്പൊ നമ്മൾ എന്ത് പറയണം? ഇത് ചങ്ങലയല്ലേ, ചങ്ങലയാണെന്ന് പറയണോ അല്ലാന്ന് പറയണോ? എന്താ പറയണ്ടേ? രാജാറ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ചങ്ങല എന്ന് വെക്കണം. അപ്പൊ അവര് പുലിവാലായി. അപ്പൊ അവര് പട്ടിയിലാണോ കൊണ്ടിരുന്നപ്പോ. അപ്പൊ ഇത് എന്താണ് ചങ്ങല എന്ന് അറിയാത്ത ഇത് ചങ്ങലയല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഇത് ചങ്ങലയല്ല, ചങ്ങല പൊട്ടിക്കുന്ന പരിപാടിയാണ്. നമ്മുടെ ജീവിതത്തില് ഇന്ന് ജീവിതത്തിൽ വിജയിക്കാതിരിക്കാനുള്ള പല ചങ്ങലയാണ് നമ്മുടെ കാര്യങ്ങൾ. അത് പൊട്ടിച്ച് വലിച്ചതിന് വിജയിക്കാനുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയം. അതുകൊണ്ട് നമ്മൾ വിരസന്മാരെ നമ്മള് അവിടെ ക്ഷമയോടുകൂടി അവരെ കേൾക്കുക, പതുക്കെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. അടുത്തതാണ് 3 വിരസ സരസമാര്. വിരസ സരസമാര് അവര് അതാണ്. അപ്പൊ ഈ വിരസമാര് എന്താണ്? അവരെന്ത് പറഞ്ഞാലും അവര് അംഗീകരിക്കില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. സൗണ്ട് പോയാ അവരെന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത മൈൻഡ് സെറ്റ് ആയിരിക്കും വിരസമാര്. അവര് പിന്നെ പതുക്കെ വരുള്ളൂ. അവരോട് അധികം പറയാൻ നിൽക്കരുത് നമ്മള്. അല്ലെ, നമ്മളൊരു പുലിയും കഴുതാരും കഥ കേട്ടിട്ടുണ്ട് ഇല്ലേ? പുല്ലിന്റെ നിറം പച്ചയാന്ന് പറയുന്ന കഥയൊക്കെ, മഞ്ഞാന്ന് പറയുന്ന കഥയൊക്കെ കേട്ടില്ലേ? അപ്പൊ അവിടെ നമ്മള് അനാവശ്യമായി ഇങ്ങനെ വരുന്ന ആളുകളോട് നമ്മൾ എന്താണ് വിട്ടുകൊടുക്കുക. അവരോട് പറയാ, അവര് പറയാനുള്ള പറയട്ടെ. അത് കഴിയുമ്പോ പതുക്കെ അവര് മനസ്സിലാക്കിക്കോളും. അപ്പൊ അത് നമ്മള് ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ആർക്ക് വേണ്ടി? ഇവർക്ക് വേണ്ടി. ഇവര് ഓൾറെഡി നമ്മളോട് ജോയിൻ ചെയ്തു അല്ലെ. അടുത്തതാണ് വിരസ സരസമാര്. അതായത് മുന്നേ എതിർക്കും, പിന്നെ അല്ലെ ഒരു ക്ലാസ്സിലൊക്കെ വന്നിരുന്നിട്ട് മുന്നേ എതിർക്കുന്ന ആളുകളാണ്, ക്ലാസ്സിൽ കൂടുതൽ എതിർക്കുന്ന ആളുകളാണ്. ലാസ്റ്റ് എല്ലാവരും പോയാലും അവര് പോയില്ല. ഒരു ഏങ്ങണ്ടൂർ ഒരു ക്ലാസ്സിൽ പോയപ്പോ ഏകദേശം 10-15 പേരുണ്ടായിരുന്നു. ആ ക്ലാസ്സില് പറഞ്ഞു തവളെണ്ണത്തെ പറ്റി, തവളെണ്ണ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, അതാണ് എന്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തവളെണ്ണ പൊട്ടിച്ചു, കണ്ണിൽ വെച്ച് കാണിച്ചു കൊടുത്തു, കുടിച്ച് കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ അവിടെ ഒരു 3-5 ലീഡേഴ്സ് വേറെ ഇല്ലായിരുന്നു. അവരും കുടിച്ചു, കണ്ണിലൊഴിച്ചു, ചിലര് തലയിൽ പറ്റി ആ നേരത്ത്. കാരണം ഇത് ബോധ്യപ്പെടുത്തല്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ലാസ്റ്റ് ആ ക്ലാസ് കഴിഞ്ഞപ്പോ ഈ 2 പേരാണ് എതിർത്ത് സംസാരിച്ചത്. ക്ലാസ് കഴിഞ്ഞപ്പോ ബാക്കിയുള്ള എല്ലാവരും ക്ലാസ് കഴിഞ്ഞപ്പോ പോയി നോക്കിയപ്പോ ആ ഡിസ്പ്ലേ വാളിന് ഈ 2 കക്ഷത്തിൽ തവളെണ്ണ വെച്ച് നിൽക്കുന്നു. ഇയാളുണ്ട്. ഞാൻ പോന്നിട്ടും അവര് പോന്നിട്ടില്ലേ? അടുത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മുന്നേ തവളെണ്ണ കക്ഷത്തിലാക്കി വീട്ടിൽ കൊണ്ടുപോയി ഈ എതിർത്ത ആളല്ല. അതുകൊണ്ട് തുടക്കത്തിലെ എതിർപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കരുത് അവര് മോശക്കാരാണ്. അവര് നാളെ നമ്മുടെ കൂടെ വരും. അതുകൊണ്ടാണ് വിരസ സരസമാര്. മുന്നേ എതിർക്കും, കാര്യം മനസ്സിലാക്കിയാൽ നമ്മളിൽ നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനത്തെ പല ആളുകൾ വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്ത് കൃത്യമായി ഡീൽ ചെയ്യണം. അതല്ലെങ്കിൽ എന്താണ്, നമ്മൾ എതിർക്കുമ്പോൾ വിചാരിക്കും ഈ കാറ്റഗറിയാണ്. അല്ല, നമ്മൾ പതുക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതിനാണ് ക്ഷമ. അപ്പോൾ അവര് ഏത് കാറ്റഗറിയാണ്? അവരുടെ തനി സ്വഭാവം അല്ലെ. നമ്മള് പൊത്തിന്റെ ഉള്ളില് ഒരു പാമ്പ് കയറിയതായിട്ട് കണ്ടു. പാമ്പിന്റെ വാല് മാത്രമാണ് പത്തിക്കുള്ളൂ. അത് നീർക്കോലിയാന്ന് വിചാരിച്ച് കൈ കൊണ്ട് പിടിച്ചാലോ എന്തായിരിക്കും സ്ഥിതി? അത് ചിലപ്പോ മുട്ടനായിരിക്കും, പുലിവാലാവും. അതുകൊണ്ട് ആളുകൾ മനസ്സിലാക്കി അതിന് ക്ഷമ. നമ്മളെന്താണ്, പാമ്പ് പുറത്തേക്ക് വരുന്ന വരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതിനെ പുറത്തേക്ക് കണ്ടതിന് ശേഷം അതിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ അതിനെ ഡീൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് പാമ്പിന്റെ വാല് കണ്ടെന്ന് വന്ന് ചാടി കയറി നീർക്കോലി അന്ന് പറഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ അന്ന് ഊരി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷമയോട് കൂടി കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ഇനി 4ാമത്തെ ആണ് എന്താണ്? 4ാമത്തെ ആളുകളാണ് സരസവിരസമാര്. കാര്യം ഞാൻ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഇവരാണ് നമ്മളെ സമയം കൊല്ലുകൾ. ഈ സരസവിരസമാര് മീറ്റിംഗാ എവിടെയാ? നാളെയാ? കറക്റ്റില്ല, ധൈര്യമായിട്ട് വെക്കാം. ഞാൻ ആ സമയത്ത് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ശരിയാണോ? അല്ലെ? നീ ഒരു കാര്യം, ആ ബസ് സ്റ്റോപ്പിലേക്ക് 10 മിനിറ്റ് ഞാൻ ഷർട്ട് തയ്ക്കണോ? അവര് 25 കൊല്ലം ഷർട്ട് തയ്ച്ചാലും ശരിയല്ലേ? അതാണ് സരസവിരസമാര്. അവര് നോ എന്ന് പറയുന്ന ഒരു വാക്കിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, കട്ടക്കുണ്ടെന്ന് ഒക്കെ എനിക്ക് മനസ്സിലായി ഇല്ലേ? ഒരു ക്ലാസ് കേൾക്കുമ്പോഴേക്കും ഒക്കെ എനിക്ക് മനസ്സിലായി. എല്ലാം റെഡി, ഞാൻ റെഡി. ഹോം മീറ്റിംഗാ അടുത്ത ആഴ്ച വെച്ചോ, ഡേറ്റ് നിശ്ചയിച്ചോ. നീ പറയുന്ന മാതിരി ഹോം മീറ്റിംഗ് ആണെന്ന് വിളിച്ചാലോ ആള് താല്പര്യ. ആള് അപ്പൊ ബാംഗ്ലൂരാ. ക്ലിയറായ? ഈ ആളുകളില്ലേ, അന്നാ അവര് എത്ര കൊല്ലം കഴിഞ്ഞാലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഈ 4 കാറ്റഗറി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏത് കാറ്റഗറിയാണ്.
നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് മുന്നേ മനസ്സിലാക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ വിലയിരുത്താൻ. അതുകൊണ്ട് നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൂടാതെ നമ്മൾ എന്ത് വേണം, ഈ 4 കാറ്റഗറിയെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അവരെ ഡീൽ ചെയ്യുക. അതിനാണ് ഈ ഒരു പോയിന്റ്, കീപ് പേഷ്യൻസ് ആൻഡ് കീപ് ഗുഡ് റിലേഷൻഷിപ്പ്.